കൃഷ്ണായനം. അമ്പാടി. 18 അവതാരം. ഗോലോകത്തിലെ പൂർണ്ണപ്രഭ മണ്ണിൽ വിടരുവാൻ കാലമായി. കനകകാന്തി വിതറി കാലം പൂക്കളാൽ ശോഭിച്ചു. വസന്തം നേരത്തെ എത്തി. മണ്ണിൻ്റെ മനം തുടുത്തു. മാമുനിമാരുടെ മനസ്സ് സാത്വികതയിൽ തുടിച്ചു. മഞ്ഞിൻ്റെ കുളിരുമായി ഇളം കാറ്റ് ക്ലമം കളയുവാൻ വീശി. എവിടെയും ആനന്ദത്തിൻ്റെ ആശ്ലേഷം. ദേവകിക്ക് ഗർഭം പൂർണ്ണമായി. വിവരം എല്ലായിടത്തും പരന്നു. വാർത്തയറിഞ്ഞവർ ആമോദം കൊണ്ടു. രക്ഷകനെത്തുവാൻ പോകുന്നു. ദേവകിയുടെ പ്രസവ സമയമാകുന്നുവെന്ന് ധാത്രിമാരിൽ നിന്ന് വസുദേവർ അറിഞ്ഞു. പ്രപഞ്ചേശ്വരനെ ധ്യാനിച്ച് അദ്ദേഹം കിടന്നു. ദേവകി 2 നാൾക്കകം പ്രസവിക്കുമെന്ന് ധാത്രിമാർ മനസ്സിലാക്കി. വയർ ഇടിഞ്ഞ് താണു. പൊക്കിൾ കൊടി മലർന്നു. ധാത്രിമാരും വയറ്റാട്ടികളും ഉറങ്ങാതെ കാവലിരുന്നു. കുട്ടി ജനിച്ചാലുടൻ കംസനെ അറിയിക്കണമെന്നാണ് ഏർപ്പാട്. 1 നാഴിക വിട്ട് വാർത്ത കംസനെ അറിയിച്ചു കൊണ്ടിരുന്നു. ഭാദ്രമാസമാണിത്. മനോരഞ്ജകമാണ് ഈ മാസം. അന്ന് പകൽ കനത്ത മഴ പെയ്യുവാൻ തുടങ്ങി. ആകാശത്തേക്ക് കാർമേഘങ്ങൾ ഇടിച്ചു കയറി, തിക്കിക്കൂടി. പിന്നെ അവ മത്സരിച്ച് മണ്ണിടത്തേക്ക് പെയ്തിറങ്ങി. തുള്ളിക്ക് ഒരു കുടമെന്ന കണക്ക് കോരിച്ചൊരിയുകയാണ് മഴ. തുള്ളി മുറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതിയ ഗോപന്മാർക്ക് തെറ്റി. മഴ നിർത്തുവാൻ ഭാവമില്ല. ഉച്ച കഴിഞ്ഞത് അറിയുവാനാകുന്നില്ല. സൂര്യൻ പകുതി കടന്നതോടെ കാറ്റും ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് മിന്നൽ മഞ്ഞിലിറങ്ങി നൃത്തം കളിച്ചു. മേഘം ഭേരി മുഴക്കി രക്ഷകൻ്റെ വരവിനെ ഘോഷിച്ചു. സന്ധ്യയായി. പതിവിലും നേരത്തെ ജനങ്ങൾ കൂരയ്ക്കുള്ളിലായി. കാലികൾ അവരുടെ മാടങ്ങളിൽ ഒതുങ്ങിക്കൂടി. യമുനാ തീരം തകർത്ത് കയറി. അവൾ മുടിയഴിച്ച് തുള്ളിക്കളിച്ചു. ഭക്തിയുടെ പാരമ്യത്തിൽ ഇഹം മറക്കുന്ന ഭക്തയുടെ ഭാവം പോലെ ചടുലമായി സഞ്ചരിച്ചു. ഭൂമണ്ഡലത്തിന് ഇന്ന് വിശേഷമാണ്. ഈ ബ്രഹ്മാണ്ടത്തിന് തന്നെ പുളകം ചാർത്തുന്ന ദിവസമാണിന്ന്. ഇത്രയും വലിയ മഴ പെയ്തിട്ടും കനത്ത തണുപ്പുണ്ടായില്ല. സുഖശീതളമായ അന്തരീക്ഷമാണ് എല്ലാവർക്കും അപ്പോഴും അനുഭവപ്പെട്ടത്. ദേവകിയുടെ മുറിയിൽ തെളിച്ചമുള്ള വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. പുരപ്പുറത്ത് വീഴുന്ന മഴത്തുള്ളികൾ രക്ഷകനെ സ്തുതിക്കുന്നത് പോലെ തോന്നി. നിതാന്തമായ നിശബ്ദതയിൽ കാതോർത്ത് കിടന്ന വസുദേവരുടെ കർണത്തിൽ ഒരു ചെറിയ ഞരക്കം വന്നു വീണു. ദേവകിക്ക് പ്രസവവേദന ആരംഭിച്ചിരിക്കുന്നു. വസുദേവർ എഴുന്നേറ്റിരുന്നു. അങ്ങേ മുറിയിൽ നിന്ന് ഞരക്കവും മൂളലും കേൾക്കുന്നു. അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കാലിലെയും കരത്തിലെയും ചങ്ങലകൾ ചലിച്ചു. ആ ശബ്ദം മുറി കടന്നുപോയി. വസുദേവർ അന്നത്തെ നാൾ നോക്കി. ഭാദ്രമാസത്തിലെ അഷ്ടമി, കൃഷ്ണാഷ്ടമി. നാൾ അന്ന് രോഹിണിയാണ്. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട്. നിമിഷങ്ങൾ പിന്നെയും ഇഴഞ്ഞു നീങ്ങി. അത്ഭുതകരമായ ഒരു നിമിഷം അരങ്ങേറി. വസുദേവരുടെ കരത്തിലെയും കാലിലെയും ചങ്ങലകൾ അഴിഞ്ഞു മാറി. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് വാതിൽ തള്ളി നോക്കി. ബന്ധനം അഴിഞ്ഞ് വാതിൽ തുറന്നു. വസുദേവർ ദേവകിയുടെ നികടത്തിലെത്തി. ദേവകിയുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിരിക്കുന്നു. ദേവകിയെ പരിചിരുന്ന സൂതികർമ്മിണികൾ ഉറങ്ങിപ്പോയിരുന്നു. കാലം പകർന്ന കറുത്ത നിദ്ര തന്നെയായിരുന്നു അവർക്ക്. കാവൽക്കാർക്കും ക്ഷീണം തോന്നി. അവർ പരസ്പരം പറഞ്ഞു, നല്ല തണുപ്പ്, എത്രയെന്ന് വിചാരിച്ചാണ് ഉറക്കമൊഴിയുക? പ്രസവിക്കുന്നെങ്കിൽ സൂതികർമ്മിണികൾ വിളിക്കും. നമുക്കൊന്ന് മയങ്ങാം. ഈ മഴയത്താരും പുറത്തിറങ്ങുകയില്ല. എല്ലാവരും അത് ശരിവെച്ചു. കിടന്നതേ അവർ അറിഞ്ഞുള്ളൂ. നിദ്രാദേവി അവരെ അത്ര സ്നേഹത്തോടെ ആശ്ലേഷിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞു. പെട്ടെന്ന് ആകാശം തെളിഞ്ഞു. കാർമേഘം പോയി. മഴ തോർന്നു. ദിക്കുകൾ തെളിഞ്ഞു. ചന്ദ്രൻ പ്രകാശിച്ചു. പൂക്കൾ കണ്ണു തുറന്നു. യമുന ശാന്തയായി. പ്രകൃതി ലോലയായി. ഗോക്കളുടെ അകിടുകളിൽ പാൽ നിറഞ്ഞു. പുഷ്പങ്ങളിൽ തേൻ നിറഞ്ഞു. വർണ്ണാഭചൂടി പ്രപഞ്ചം വിശ്വരാജാവിൻ്റെ വരവിനെ എതിരേൽക്കാൻ കാത്തുനിന്നു. ഗ്രഹങ്ങളെല്ലാം യഥായോഗ്യം നിന്നു. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയായി വന്നു. ഇടവലഗ്നം സ്വക്ഷേത്രമായി. 11 വ്യാഴം പോയി നിന്നു. ചിങ്ങത്തിൽ സൂര്യൻ വന്നു. തുലാത്തിൽ ശുക്രനെത്തി. വൃശ്ചികത്തിൽ രാഹു വന്നു.
എല്ലാവരും അവരവരുടെ ദോഷം മറന്ന് ഗുണത്തിനു വേണ്ടി ഉച്ചസ്ഥന്മാരായി. അന്ന് ബുധനാഴ്ചയായിരുന്നു, കൃഷ്ണാഷ്ടമി. ദേവകി കണ്ണുകൾ മലർക്കെ തുറന്നു. അവൾ വസുദേവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. കാരാഗൃഹത്തിൽ അഭൗമമായ പ്രകാശം നിറഞ്ഞു. അവിടെ കറുത്ത പൊട്ടുകളായി ധാത്രിമാർ ഉറങ്ങിക്കിടന്നു. പ്രകൃതി പുളകം ചൂടി ആനന്ദം കൊണ്ട് തുടിച്ചു. ആകാശത്ത് ദേവതകൾ നിരന്നു. അവർ പുഷ്പങ്ങൾ തൂവിക്കൊണ്ടിരുന്നു. ഗ്രഹങ്ങൾ ശുഭസ്ഥാനങ്ങളിൽ നിരന്ന നിമിഷത്തിൽ, പ്രകൃതി പൂർണ്ണ കാമയായ മുഹൂർത്തത്തിൽ, പ്രപഞ്ചം ധന്യമായ നിമിഷത്തിൽ, കാര്യജലവും കാരണജലവും ഒന്നായ മുഹൂർത്തത്തിൽ, സുമനസ്സുകൾ സാത്വിക ഗാനങ്ങൾ ഉതിർക്കുന്ന നിമിഷത്തിൽ, ബ്രഹ്മലോകവും ശൈവലോകവും വൈകുണ്ഠവും അതിരറ്റ് ശ്രദ്ധിക്കുന്ന മുഹൂർത്തത്തിൽ, ഭൂഭാരം തീർക്കുന്നതിനും സാത്വികരെ രക്ഷിക്കുന്നതിനുമായി ഭഗവാൻ ദേവകിയിൽ നിന്നും അവതരിച്ചു. കരിങ്കൂവള പൂവിൻ്റെ നിറമുള്ള ആൺകുഞ്ഞിനെ വസുദേവർ കരത്തിലേറ്റുവാങ്ങി. കുഞ്ഞ് കരഞ്ഞില്ല. ആ ചുണ്ടിൽ കാലത്തിൻ്റെ ലീല പുഞ്ചിരിയായി തത്തി നിന്നു. കാണുന്നവരുടെ ഹൃദയം അപ്പോൾ പൂനിലാവിൽ കുളിക്കുമായിരുന്നു. വസുദേവർ കുഞ്ഞിനെ കണ്ട് ആഹ്ലാദഭൂയിഷ്ഠനായി. സപ്തർഷികൾ ആകാശത്ത് വന്ന് ധന്യോഹം പാടി. ദേവകൾ വിമാനമേറി അഭിവാദ്യമർപ്പിച്ചു. ലോകത്തിൻ്റെ സൂക്ഷ്മ ചൈതന്യം കണ്ണുകൾ തുറന്നു. ദേവകി മധുരമായ ആലസ്യത്തിൽ മയങ്ങിക്കിടന്നു. വസുദേവർ കുഞ്ഞിനെ വൃത്തിയാക്കി ദേവകിയുടെ അരികിൽ കിടത്തി. ആനക ദുന്ദുഭി അവനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അത്ഭുതം എന്നല്ലാതെ എന്താണ് പറയുക? വസുദേവർ കൈകൾ കൂപ്പി. നേരത്തെ അവിടെ കിടന്ന ശിശുവിനെ കണ്ടില്ല. ശംഖ്, ചക്രം, ഗദ, പത്മം ഇവ ചൂടിയ 4 തൃക്കൈകളോടും കാഞ്ചിയണിഞ്ഞ് പൂഞ്ചേല ധരിച്ച് ശ്രീവത്സവും കൗസ്തുഭവും ചാർത്തി കസ്തൂരി തിലകം തൊട്ട് ശ്യാമവർണ്ണനായി പുഞ്ചിരിക്കുന്ന വിരാട് പുരുഷനെയാണ് കാണുവാൻ കഴിഞ്ഞത്. വിഷ്ണുവിൻ്റെ ഭാവത്തിൽ വിളങ്ങുന്ന ലോകരക്ഷകൻ്റെ മുന്നിൽ വസുദേവർ ബദ്ധാഞ്ജലിയായി നിന്നു. ശ്രീഹരി തന്നെയാണ് തനിക്ക് പുത്രനായി പിറന്നതെന്ന് കണ്ട വസുദേവർ അചിന്ത്യമായ ആനന്ദത്തിൽ ആറാടി. പൂർണ്ണ ബ്രഹ്മമായ ഭഗവാനെ മകനായി കണ്ടപ്പോൾ എങ്ങനെ സ്തുതിക്കണമെന്ന് പോലും അറിയാതെ പകച്ചു നിന്നു. കോടി സൂര്യന്മാരുടെ പ്രഭ ചിന്തുന്ന ആ തേജോമയ ധാമം വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു: കംസന്റെ ഭയത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ തന്നെയാണ് ഞാൻ അവതാരമെടുത്തത്. പൂർവസർഗത്തിൽ പൃഷ്ണിയും സുതപസ്സുമായിരുന്ന നിങ്ങൾ സന്താനാർത്ഥം എന്നെ തപസ്സു ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥന എന്നെപ്പോലൊരു കുഞ്ഞ് ജനിക്കണമെന്നായിരുന്നു. ഞാൻ തന്നെ പൃഷ്ണിഗർഭനായി ജനിച്ചു. പിന്നീട് നിങ്ങൾ കശ്യപനും അതിഥിയുമായി ഭൂമിയിൽ പിറന്നു. നിങ്ങൾക്ക് പുത്രനായി ഞാൻ വാമനനായി. ഇപ്പോൾ വസുദേവരും ദേവകിയുമായി വീണ്ടും നിങ്ങൾ ജനിച്ചു. ഞാനിതാ കൃഷ്ണരൂപനായി പുത്രനായി ജന്മമെടുത്തിരിക്കുന്നു. ഈ അവതാര പരിണാമചക്രത്തിൻ്റെ അവസാന അധ്യായമാണിത്. ഭഗവാന്റെ വാക്കുകൾ കൗതുകത്തോടെയാണ് വസുദേവർ കേട്ടത്. ആ സ്വരത്തിൻ്റെ മാധുര്യം വസുദേവരിൽ തേൻമഴ ചൊരിഞ്ഞു. അപ്പോഴേക്കും ആലസ്യത്തിൽ നിന്നും ഉണർന്ന ദേവകി ഭഗവാനെ വന്ദിച്ചു. വസുദേവരോട് ഭഗവാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ അമ്പാടിയിൽ നന്ദഭവനത്തിൽ യശോദ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അവിടെ എന്നെ കൊണ്ടുചെന്നാക്കണം. പകരം ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരണം. യശോദയുടെ കുഞ്ഞ് പെൺകുട്ടിയാണ്. ആദിമായയാണ് അവിടെ പിറന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞ ഭഗവാൻ വിശ്വരൂപം ഒതുക്കി ശിശുരൂപം പൂണ്ട് ദേവകിയുടെ അടുത്ത് കിടന്നു. കാൽ കുടഞ്ഞ് കരാങ്കുഷ്ടം നുകർന്ന് ബാലഗോപാല രൂപത്തിൽ കിടക്കുന്ന വിരാട് പുരുഷനെ വസുദേവരും ദേവകിയും നോക്കി നിന്നു. ദേവകി നിമിഷത്തിൽ അമ്മയായി. കർമ്മമായ ദേവകിയിൽ മാതൃത്വം ഉന്നിദ്രമാക്കി. കുഞ്ഞിനെ മാറിൽ ചേർത്ത് ദേവകി മുല നൽകി. വസുദേവരെ അവൾ നോക്കി. വസുദേവർ ആഹ്ലാദത്തിൻ്റെ അലകളിൽ അചഞ്ചലനായി നിന്നു. ദേവകി ശ്രദ്ധിച്ചു നോക്കിയ നിമിഷം വസുദേവർ കർത്തവ്യത്തെക്കുറിച്ച് ബോധവാനായി. വാതിൽക്കലും മറ്റും ഉറങ്ങിക്കിടക്കുന്നവർ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാകും. വസുദേവർ പറഞ്ഞു: ഞാൻ ഉടനെ അമ്പാടിയിലേക്ക് പുറപ്പെടാം. തുണികൾ കൊണ്ട് ഒരു കൈമെത്ത തയ്യാറാക്കും. ദേവകി തുണികൾ അടുക്കിയെടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞു. പെട്ടെന്ന് പുറത്ത് എന്തോ ചിതറി വീഴുന്ന ശബ്ദം കേട്ടു. വസുദേവർ ശ്രദ്ധിച്ചു. മഴയുടെ ആരവമായിരുന്നു അത്.
പ്രകൃതിയുടെ മുഖം കഠിനമായി കറുത്തു. തമസ് ദിങ്മുഖത്തെ വിരൂപമാക്കി. മഴ പെയ്തിറങ്ങി. രക്തമുറയുന്ന തണുത്ത കാറ്റ് വീശിയടിച്ചു. വസുദേവർ പറഞ്ഞു, നല്ല മഴയാണ്, കാറ്റുമുണ്ട്, അരിച്ചിറങ്ങുന്ന തണുപ്പും. എല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കോളും. നമ്മൾ വെറും ആജ്ഞാനുസാരികളാണല്ലോ. ശരിയാണ്. വസുദേവർ ദേവകിയുടെ വാക്കുകൾ ശരിവെച്ചു. ദേവകി കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു. ലീലാലോലുപനായ ഭഗവാൻ കണ്ണും പൂട്ടി വസുദേവരുടെ മാറിൽ പറ്റിച്ചേർന്നു. വസുദേവർ വാതിൽക്കലേക്ക് നടന്നു. തഴുതുകൾ താനേ മാറി. വാതിലുകൾ തുറന്നു. പുറം തിണ്ണയിൽ തലങ്ങും വിലങ്ങും ഉറങ്ങിക്കിടക്കുന്ന കാവൽക്കാർ. എന്നും അർദ്ധരാത്രിയിൽ പൂതനയോ തൃണാവർത്തനോ വന്ന് കാരാഗൃഹം ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് അതൊന്നുമുണ്ടായില്ല. ഭഗവാൻ അവതരിക്കുമ്പോൾ അശുദ്ധർക്കെന്ത് കാര്യം? ദേവകി മകൻ്റെ മുഖത്ത് മുത്തം നൽകി. എന്നാൽ കള്ളക്കണ്ണും പൂട്ടിയിറുകുന്ന കണ്ണൻ കണ്ണു തുറന്നില്ല. പെട്ടെന്ന് മലയിറങ്ങി ഒരു കാറ്റ് വന്നു. മഴയെ തുടച്ചു മാറ്റി. വസുദേവർ വഴിയിലേക്കിറങ്ങി വേഗം നടന്നു. മഴ പെയ്തെങ്കിലോ? പിന്നിൽ അനന്തൻ പണമുയർത്തി ഒരു കുടയായി കാലപുരുഷനെ രക്ഷിച്ചു നിൽക്കുന്നത് വസുദേവർ അറിഞ്ഞില്ല. മാർഗത്തിൽ അവിടവിടെ ജലം കെട്ടിക്കിടക്കുന്നു. അതിൽ നീലാകാശത്തിലെ പനിമതി പുഞ്ചിരിക്കുന്നത് വസുദേവർ കണ്ടു. തണുത്ത കാറ്റ് ഒതുങ്ങി പെരുമാറി. തമസ് പോലും വസുദേവരിൽ നിന്ന് ഇരുചുവട് അകന്നു നിന്നു. നടന്നു തെളിഞ്ഞ വഴിത്താരയിലൂടെ വസുദേവർ വേഗം നടന്നു. ഇടയ്ക്കെല്ലാം മാറിൽ പറ്റിച്ചേർന്ന കുഞ്ഞിനെ നോക്കി. ഭഗവാൻ ഉറങ്ങുന്നുവോ? ജഗന്നിയന്താവിന് ഉറക്കമെവിടെ? ഉണർവ് എവിടെ? എല്ലാം ലീല മാത്രം. കണ്ണടച്ചിരുന്ന ഭഗവാൻ കൺപീലികൾ മെല്ലെ തുറന്ന് വസുദേവരെ നോക്കി പുഞ്ചിരിച്ചു. ആനന്ദം കൊണ്ട് ആനകദുന്ദുഭിയുടെ ആനനം വിളങ്ങി. മായ പിന്നെയും വസുദേവരെ ഭരിച്ചു. അദ്ദേഹം ഓർത്തു, കുഞ്ഞ് ഉണരും മുമ്പ് അമ്പാടിയിലെത്തണം. വസുദേവർ വേഗം നടന്നു. യമുന കരകവിഞ്ഞൊഴുകുന്നു. യമുനയുടെ അക്കരെയാണ് നന്ദഗോപൻ്റെ ഗൃഹം. എങ്ങനെ അക്കരെ കടക്കും? വസുദേവർ വ്യാകുലാധീനനായി. യമുനയുടെ ജലം നുരഞ്ഞ് പതയുന്നത് വസുദേവർ ശ്രദ്ധിച്ചു. എന്നല്ല, വസുദേവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ജലം തുള്ളി കയറി വരുന്നു. വസുദേവർ പുറകോട്ട് നീങ്ങി. ജലം ആദരപൂർവ്വം വെണ്ണുര വൈരക്കാപ്പ് നൽകി. വസുദേവരെ ബഹുമാനിച്ചു. ആലോചിച്ചു നിൽക്കുവാൻ സമയമില്ല. വസുദേവർ കുഞ്ഞുമായി മുന്നോട്ട് നടന്നു. ഉറച്ച വിശ്വാസത്തോടും അനന്തമായ സത്യത്തോടും വസുദേവർ കുഞ്ഞുമായി ജലത്തിലേക്ക് ഇറങ്ങി. അത്ഭുതം, അത്ഭുതം തന്നെ. കര തെളിഞ്ഞു നിൽക്കുന്നു. എവിടെ ജലം? കാളിന്തി ഭവ്യതയോടെ ഇരുവശത്തേക്കും മാറി നിൽക്കുന്നു. എന്നല്ല, വഴിത്താരയിൽ പുഷ്പങ്ങൾ ഇടതൂർന്നിരിക്കുന്നു. വസുദേവർ വേഗം നടന്നു. യമുന കടന്നു. വസുദേവർ തിരിഞ്ഞു നോക്കി. യമുന തീരം കുത്തി ഒഴുകുന്നു. എവിടെയാണ് താൻ കടന്നു വന്ന വഴിത്താര? മാർഗം ഗർഭത്തിലൊതുക്കി കാളിന്തി സാഗരോന്മുഖിയായി. വസുദേവർക്ക് വഴി നല്ല നിശ്ചയമാണ്. കുറുക്കുകൾ തേടി വേഗം നടന്നു. യഥാർത്ഥത്തിൽ നടക്കുകയല്ല, ഓടുകയായിരുന്നു. സമയമറിയുവാൻ കഴിയുന്നില്ല. മറ്റൊന്നും പിന്നെ ചിന്തിച്ചില്ല. നന്ദൻ്റെ ഭവനത്തിലേക്ക് അതിവേഗം നടന്നു. ദൂരെ വെച്ചേ നന്ദൻ്റെ ഭവനം കണ്ടു. ഗോപാലന്മാരുടെ ഭവനങ്ങൾ അടുത്തടുത്താണ്. മറ്റ് ഭവനങ്ങളെക്കാൾ അല്പം മുന്തിയതാണ് നന്ദഗോപൻ്റെ ആകാരം. ഭവനത്തിന് മുന്നിൽ കൽവിളക്ക് എരിയുന്നുണ്ട്. ആരും ഉറങ്ങിയിട്ടില്ലായിരിക്കും. വസുദേവർ ഭവനത്തിൻ്റെ മുന്നിലെത്തി. വാതിൽ തുറന്നു കിടക്കുന്നു. ആരുടെയും ഒച്ച കേൾക്കുന്നതുമില്ല. തെല്ല് സംശയത്തോടെ അകത്തേക്ക് കയറി. ചുറ്റും നോക്കി. അകത്തെ മുറിയിൽ കാറ്റിൽ മന്ദമനങ്ങുന്ന ദീപനാളത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ബോധമറ്റുറങ്ങുന്നു. വസുദേവർ അടുത്ത് ചെന്ന് കുനിഞ്ഞു നോക്കി. അത് യശോദ തന്നെയാണ്. പ്രസവിച്ചതുപോലും അറിയാതെ കിടക്കുകയാണവർ. ചുറ്റും ഭിത്തിചാരി ഏതാനും സ്ത്രീകളിരുന്ന് മയങ്ങുന്നുണ്ട്. പരിചരിക്കുവാൻ എത്തിയവരാകാം. എല്ലാവരെയും ഒരിക്കൽ കൂടെ വസുദേവർ ശ്രദ്ധിച്ചു. അധിക നേരം തങ്ങുവാൻ സമയമില്ല. മനം മന്ത്രിച്ചു. ബോധവാനായ വസുദേവർ കുഞ്ഞിനെ പുതപ്പിൽ നിന്ന് മാറ്റി ബാലാർക്കപ്രഭ തങ്ങുന്ന പൊന്നോമനയ്ക്ക് മുത്തം നൽകി. യശോദയുടെ സമീപം കിടത്തി. അവിടെ കിടന്ന യോഗമായയെ എടുത്ത് തുണിയിൽ പൊതിഞ്ഞു. എല്ലാവരെയും ഒരിക്കൽ കൂടെ നോക്കി. മറ്റൊരു മുറിയിൽ നന്ദഗോപനും ഇരുന്ന് മയങ്ങുന്നു. എല്ലാം ഭഗവത് നിശ്ചയം എന്നുറച്ച് വസുദേവർ യോഗമായയുമായി മധുരയിലേക്ക് നടന്നു. വഴിയിൽ താമസിച്ചില്ല. കാലുകൾക്ക്
പറക്കുന്ന വേഗതയായിരുന്നു. വഴികൾ കടന്നതും കുളിർക്കാറ്റ് ഞരമ്പുകൾക്ക് തണുപ്പ് നൽകിയതും വസുദേവർ അറിഞ്ഞില്ല. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ആകാശം ഇരുണ്ടു. കാർമേഘം ചിറകുവച്ചെത്തി. കുഞ്ഞും താനും നനഞ്ഞു. എന്നിട്ടും കിടാവ് കരഞ്ഞില്ല. വസുദേവർ നദി കടന്നതറിഞ്ഞില്ല. വഴി പിന്നിട്ടത് ഓർത്തില്ല. കാവൽക്കാർ ഉണരും മുമ്പ് മധുരയിൽ എത്തണം, അതായിരുന്നു മനസ്സിൽ. ചിന്തകൾക്ക് ചിറകുവച്ചപ്പോൾ കാലിന് ചലനം കൂടി. വസുദേവർ മധുരയെ സമീപിച്ചുകൊണ്ടേയിരുന്നു.